എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 18 ശ്ലോകം 21, 22, 23, 24, 25, 26, 27 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ 2 ടീമായിട്ട് ഇവര് കളിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു ബലരാമേട്ടന്റെ ടീം, പിന്നെ ശ്രീകൃഷ്ണന്റെ ടീം, അങ്ങനെ 2 പേര്. അപ്പൊ തോറ്റവര് ജയിച്ചവരെ പുറത്തെടുത്ത് കഴുത്തിൽ ഏറ്റിട്ട് നടക്കണം. അതാണ് കണ്ടീഷൻ. അങ്ങനെ അവര് കളിക്കാൻ തുടങ്ങുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ആചേരുർവിവിധാ ക്രീഡാ ബാഹ്യവാഹകലക്ഷണാ യത്ര ആരോഹന്തി ജേതാരോ വഹന്തി ച പരാജിതാ. കളിയില് ആദ്യം നിയമം പറഞ്ഞത് എന്താ വെച്ചാൽ തോറ്റവര് ജയിച്ചവരെ പുറത്തെടുത്ത് നടക്കണം കഴുത്തിലേറ്റിട്ട്. അസ്പൃശ്യലീല എന്നാണ് ഇത്ര ആ കളിക്ക് പേര്. അതായത് തൊട്ടുകൂടാ കളി, കള്ളി ചാടിക്കളി, പലതരത്തിലുള്ള പേര് പറയും. അതായത് നിശ്ചിത സ്ഥലം എത്തുന്നത് വരെ തൊടാതെ കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തെ തൊടാൻ ശ്രമിക്കുന്നത് മറ്റൊരു സംഘത്തിന്റെ പ്രവൃത്തി. 2 ടീമായിട്ട് നിന്നിട്ട് അവരെ തൊടണം. അപ്പോ കൃഷ്ണസംഘത്തിലെ ഒരാളെ രാമസംഘത്തിലെ ഒരാളെ തൊട്ടാൽ ആ രാമസംഘക്കാരൊക്കെ തോറ്റു, എല്ലാവരും ഒന്നിച്ചു തോൽക്കും. ഇങ്ങനെയാണ്. മറ്റവരെ തൊട്ട് കഴിഞ്ഞാൽ ഇവരും തോൽക്കും. അങ്ങനെയാണ് അന്യോന്യം ജയാപജയം. എന്നാ തോറ്റ സംഘത്തിലെ ഒരാള് ജയിച്ച സംഘത്തിലെ ഒരാളെ മുതുകത്ത് ചുമന്ന് നടക്കണം. അതാണ് കണ്ടീഷൻ, നിയമം. വഹന്തോ വാഹ്യമാനാശ്ച ചാരയന്തശ്ച ഗോധനം ഭാണ്ഡീരകം നാമവടം ജഗ്മു കൃഷ്ണപുരോഗമാഹ. തോറ്റ ആള് ജയിച്ച ആളെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇറക്കണം. അതാണ് നിശ്ചയം. അപ്പൊ ഇറക്കാൻ നിശ്ചയിച്ച സ്ഥലം പാണ്ഡീരകം എന്നു പേരായ ഒരു ആൽവൃക്ഷത്തിന്റെ ചോട്ടില്. എപ്പോഴും കാണാൻ വൃന്ദാവനത്തിൽ പോയ പാണ്ഡീരക വൃക്ഷം, വലിയൊരു എത്രയോ കാലം പഴക്കമുള്ളതാണെന്നത് കണ്ടാൽ അറിയാം. ആൽമരം അത് പിടിച്ചാലൊന്നും കിട്ടില്ല, അത്ര വലിയൊരു ആൽമരം. അങ്ങനെ ചിലരെ എടുത്തുകൊണ്ടും മറ്റു ചിലര് എടുക്കപ്പെട്ടുകൊണ്ടും ആ കൃഷ്ണൻ മുതലായവര് പാണ്ഡീരക വടത്തില് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ എടുത്തെടുത്ത് ഓരോരുത്തരായിട്ട് എടുത്തിട്ട് പിന്നെ എല്ലാവരുടെയും കളി ഈ പാണ്ഡീരക വടത്തിന്റെ ചോട്ടിലായി. രാമസംഘട്ടിനോയർഹി ശ്രീദാമവൃഷഭാദയ ക്രീഡായാം ജൈനസ്താംസ്താൻ ഊഹു കൃഷ്ണാദയോ നൃപ. ശ്രീധാമാവ്, വൃഷഭൻ മുതലായ ഭഗവാന്റെ കൂട്ടുകാരെല്ലാം ബലരാമ കക്ഷിയിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ അവര് ജയിച്ചപ്പോ ശ്രീകൃഷ്ണൻ മുതലായവര് അവരെ പുറത്തെടുത്തുകൊണ്ട് നടക്കണല്ലോ. അപ്പൊ ഭഗവാൻ അവരെ ശ്രീധാമാവിനെ വൃഷഭനെ ഒക്കെ എടുത്തുകൊണ്ട് നടന്നു. ഇപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷി പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഹേ രാജാവേ, ഭക്തവത്സലനായ ആ ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് ജന്മം നൽകിയ ശേഷം താൻ ഭക്തദാസനാണെന്ന് വെളിപ്പെടുത്താനായിട്ട് ആ ശ്രീധാമാദികളെ തന്റെ തോളത്ത് വഹിച്ച് ഭക്തഭാരം വഹിക്കുവാനാണ് അവതാരം എന്ന് വെളിപ്പെടുത്തി. എന്റെ അവതാരം എന്തിനാന്നോ, നിങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനാണ്, എന്റെ ഭക്തന്മാരെ, എന്റെ കൂട്ടുകാരെ എന്ന് പറഞ്ഞ പോലെയാണെന്ന് ഭഗവാൻ ചെയ്തത്. ഉവാഹ കൃഷ്ണോ ഭഗവാൻ ശ്രീദാമാനം പരാജിത വൃഷഭം ഭദ്രസേനസ്തു പ്രലംബോ രോഹിണീ സുതം. കൃഷ്ണപക്ഷക്കാര് തോറ്റു. അപ്പൊ അങ്ങനെയാണെങ്കിലല്ലേ ഈ പ്രലംബന് ബലരാമന് എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സൂത്ര ഭഗവാന്റെ. തോറ്റതായിട്ട് ഭഗവാൻ അങ്ങോട്ട് നടിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ ശ്രീദാമാവിനെയും ഭദ്രസേനൻ വൃഷഭനെയും പ്രലംബൻ ബലരാമനെയും എടുത്തു. പ്രലംബൻ ബലരാമനെ വഹിച്ചു. പുറത്ത് കഴുത്തിലങ്ങോട്ട് എടുത്തിട്ട് പ്രലംബന് ഓടുകയാണ് ചെയ്യുന്നത്. പിന്നാണ് അവിഷഹ്യം മന്യമാന കൃഷ്ണം ദാനവപുംഗവ വഹൻ ദ്രുതതരം പ്രാഗാത് അവരോഹണതപ്പരം. പ്രലംബന് മനസ്സിലായിട്ടുണ്ട്, എത്രയോ പേരെ അസുരന്മാരെ അവിടുന്ന് കംസൻ അയച്ചവരെ മുഴുവൻ ശ്രീകൃഷ്ണൻ കൊന്നിട്ടുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണനെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്.
വേഗം എന്ത് ചെയ്തു, ബലരാമനെ എടുത്തു. ബലരാമനെ എടുത്തുകൊണ്ട് ഭഗവാൻ ദൂരേക്ക് അങ്ങോട്ട് എടുത്ത് ഓടുകയാണ് ചെയ്യണത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ മുമ്പിലുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ ഭഗവാന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട്, അപ്പൊ ഭാണ്ഡീരവടത്തിന്റെ ചോട്ടിൽ ഇറക്കണം എന്നാണല്ലോ നിയമം. അവിടെ ആ ഭാണ്ഡീരവടത്തിന് അതും കടന്ന് ഓടി ഈ പ്രലംബൻ ബലരാമേട്ടനെ എടുത്തുകൊണ്ട്. തമുദ്വഹൻ ധരണിധരേന്ദ്ര ഗൗരവം മഹാസുരോ വിഗതരയോ നിജം വപു സാസ്ഥിത പുരട പരിച്ഛദോ ബഭൗ തടിദ്യുമാൻ ഉടുപതി വാടിവാംബുധ. തോളിലിരിക്കുന്ന ബലരാമൻ മഹാമേരുവിനെ പോലെ കനമുള്ളവനായിട്ടാണ് തീർന്നു. ബലരാമന് അത്ര കനമുണ്ടാവില്ല, ശ്രീകൃഷ്ണനാണ് ഉണ്ടാവുക എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോ എന്താ, അതിഭയങ്കര കനം. ഓടാൻ പറ്റണില്ല, നടക്കാൻ പറ്റാണ്ടേ നമ്മുടെ പ്രലംബാസുരന്. അപ്പൊ ഇങ്ങനെ ഈ മായാശരീരം, ഗോപന്റെ വേഷത്തിലല്ലേ വന്നിരിക്കണ അസുരൻ, ഈ മായാശരീരത്തും കൊണ്ട് രാമനെ വഹിച്ചുകൊണ്ട് പോവാൻ സാധിക്കില്ല എന്ന് അവന് മനസ്സിലായി. അപ്പൊ വേഗം അതങ്ങോട്ട് മാറ്റി അതിഭയങ്കര അസുരന്റെ വേഷം അങ്ങോട്ട് മാറി. അപ്പൊ ഈ അസുരൻ നല്ല സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, മിന്നൽ പിണരെന്ന പോലെ കാന്തിയുള്ളവനായി തീർന്നു എന്നാ പറഞ്ഞത്. നിറച്ച ആഭരണങ്ങളാണ് ശരീരത്തില്. സ്വതേ ശരീരം വൻമല പോലെ കറുത്തതാണ്. അത്രയും മലയുടെ അത്ര കറുത്തുള്ള ഒരു മല ഇങ്ങനെ പോവാണ് തോന്നും. അതിന്റെ മീതെ എന്താ, ഈ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ തോളിലോ ചന്ദ്രനെ പോലെ പ്രകാന്തിയുള്ള ബലരാമൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുകൾ ഭാഗത്ത് ചന്ദ്രനെ വഹിച്ചിരിക്കുന്ന കാർമേഘം എന്ന പോലെ പ്രലംബാസുരൻ ശോഭിച്ചു എന്നാണ് പറയണത്. നിരീക്ഷ്യ തദ്വപു അലമംബരേ ചരത് പ്രദീപ്ത ഭൃകുടിതടോഗ്രതം ഷ്ട്രകം ജ്വലച്ഛിഖം കടക കിരീടകുണ്ഡലത്തിഷാത്ഭുതം ഹലധരൈഷദത്ര സ. ആസുരന്റെ വേഷം അങ്ങോട്ട് ധരിച്ചു, ബലരാമനെ വഹിച്ചും കൊണ്ട് ആകാശത്തിലേക്ക് അങ്ങോട്ട് ഒറ്റ ചാട്ടം. അങ്ങനെ അതിവേഗത്തിൽ ആകാശത്ത് കൂടെ പിന്നെ സഞ്ചാരം പ്രലംബാസുരന്റെ. കണ്ണുകൾ ഇങ്ങനെ തീക്കട്ട പോലെ ജ്വലിക്കുന്നുണ്ട്. പുരികത്തടങ്ങൾ അതിഭയങ്കരങ്ങളായിരിക്കുന്നു. അത്യുഗ്രങ്ങളായിട്ടുള്ള തേറ്റപ്പല്ലുകൾ ഇങ്ങനെ പുറത്തേക്ക് തന്നെ പ്രകാശിക്കുന്നുണ്ട്. ചെമ്പിച്ച തലമുടികൾ തീജ്വാല പോലെ ഇങ്ങനെ കാളുന്നുണ്ട്. കൈകളിലെ ആ സ്വർണവളകള്, ശിരസിലെ കിരീടവും കാതുകള് പൊൻകുണ്ടലങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, അവയിൽ നിന്ന് പുറപ്പെടുന്ന ആ കാന്തി കൊണ്ട് അത്യത്ഭുതമായിരിക്കുന്നു ആ പ്രലംബാസുരൻ. ഇങ്ങനെയുള്ള ആ പ്രലംബാസുരന്റെ ദേഹത്തെ നന്നായിട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ ബലരാമന് കുറച്ച് ഭയം തോന്നി എന്നാ പറയണത്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളൊരു എന്തോ ഒരു ഭയം അദ്ദേഹത്തിന് തോന്നി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.